വളരെ 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 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കൂടുതൽ കടക്കുകയാണ്. ഈ നിമിഷം ഡിജിറ്റൽ തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി തെളിയിക്കുന്ന തെളിവുകൾ കൂടി ഇപ്പോൾ അതിജീവിത സ്വധൈര്യം കൈമാറുകയാണ് മുഖ്യമന്ത്രിക്ക്. അതിജീവിതയുടെ വളരെ പ്രധാനപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇനി ഹൂ കേസ് എന്ന് പറഞ്ഞ് പരാതി കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ, പല്ലിളിച്ച് കാണിക്കാൻ രാഹുലിന് എന്ത് അധികാരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ADGP H. വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നേരിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. DGP റവാഡ് ചന്ദ്രശേഖരന് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഉചിതമായ നടപടിയിലേക്ക് കടക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ DGPയും നൽകിയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് നടക്കുന്നത്. പ്രശാന്ത്, തീർച്ചയായും മുഖ്യമന്ത്രി H. വെങ്കടേഷുമായി കൂടിക്കാഴ്ച സംസാരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാക്കുക. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരാതി കൈമാറും. അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DGP തന്നെ വിഷയം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും തുടർന്നുള്ള നീക്കങ്ങളും ഇനി ഏറെ നിർണായകമായിരിക്കും. അണിയറയിൽ പല തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പരാതി എവിടെ എന്നാണിതു. ആ പരാതി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം യുവതിയെ അധിക്ഷേപിക്കുന്ന, യുവതിയെ വ്യക്തിഹത്യ ചെയ്യുന്നതടക്കമുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടം നേരിട്ടും അല്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ വിവിധ പോർട്ടലുകൾ വഴി ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ആധാരമായി പറഞ്ഞത് തനിക്കെതിരായി വരുന്നത് ആരോപണങ്ങൾ മാത്രമാണ്, ഇതിൽ തെളിവ് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം ആ യുവതിയെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ രേഖകൾ, പലതരത്തിലുള്ള രേഖകൾ കൂടി കൈമാറിയിട്ടാണ് പരാതി എഴുതി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസെടുക്കുക. കേസെടുത്താൽ തന്നെ ഉടൻ തന്നെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രാഹുലിനെ കണ്ടെത്തുന്നതടക്കമുള്ള നിലവിൽ രാഹുൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതല്ലാതെ എവിടെയാണ് എന്നതിന് കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പാലക്കാട് ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ മറ്റ് നീക്കങ്ങൾ കൂടി ഉണ്ടാകും എന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വിഷയത്തിൽ ഇതുവരെ മുതിർന്ന നേതാക്കളാരും ഇതുവരെ പ്രതികരിച്ചു. അരുണിലേക്ക് ഒന്ന് പോകാം പ്രശാന്ത്, വളരെ വേഗത്തിൽ. രാഹുൽ എവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാഹുലിന്റെ സ്വന്തക്കാര്, അടുപ്പക്കാരൊന്നും തന്നെ ഫോൺ എടുക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊന്നും തന്നെ മറുപടിയും പറയുന്നില്ല. രാഹുൽ എവിടെ? ശ്യാമ, തീർച്ചയായിട്ടും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ നിമിഷത്തിൽ പ്രധാനമായിട്ടും ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ പാലക്കാട് തിരിച്ചെത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഈ ഒരു UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥിക്കലും ഒക്കെ രാഹുൽ സജീവമായി പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുലിന്റെ ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ് കാണാൻ കഴിയുന്നത്. പാലക്കാട് മണപ്പുള്ളിക്കാവ് ഭാഗത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസാണ്. ആ ഓഫീസ് ഇപ്പോൾ പൂട്ടിയിട്ട നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ രാഹുലിന്റെ ഓഫീസിൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ ഇവിടെ നിന്ന് മുങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളായി, ഒരു മണിക്കൂറിലേറെ നേരമായി മാധ്യമങ്ങൾ നിരന്തരം രാഹുലിനെയും രാഹുലിന്റെ ഒപ്പമുള്ള ആളുകളെയും ഒക്കെ മാറി മാറി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ രാഹുലിനെ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. രാഹുൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാഹുലിന്റെ ഒപ്പമുള്ള ആളുകൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ്. രാഹുൽ തിരിച്ചെത്തിയതിനു ശേഷം വലിയ രീതിയിൽ ഈ MLA ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള യുവമോർച്ചയുടെയും BJPയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നത് ഈ ഒരു MLA ഓഫീസിലേക്കായിരുന്നു. ആ സമയത്ത് പോലും അടച്ചിടാതെ, അതായത് പ്രതിഷേധങ്ങൾ വരുന്ന വേളയിൽ പോലും അടച്ചിടാതിരുന്ന ഓഫീസാണ് ഇപ്പോൾ പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് മുങ്ങിയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. നിലവിൽ MLA ഓഫീസിൽ രാഹുൽ ഇല്ല. കണ്ണാടി എന്ന പ്രദേശത്ത് രാഹുൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. മാധ്യമങ്ങൾ ആ പ്രദേശത്തേക്ക് ചീറിപ്പാഞ്ഞ് രാഹുലിന്റെ പ്രതികരണം തേടുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. പക്ഷേ അവിടെ രാഹുൽ അപ്പോഴേക്കും അവിടെ നിന്നും മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് എവിടെ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. മാത്രമല്ല രാഹുൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്നുള്ള ചോദ്യം കൂടി വളരെ ഗൗരവമുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം